ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ലിറ്റിൽ വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. സാധാരണ ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഇതെല്ലാ പേരും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പോഴിനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രണ്ട് ഗ്ലാസ് ബിരിയാണി അരി, 1/2 കിലോ ചിക്കൻ വലിയ പീസാക്കിയത്, സവാള 1/2 കിലോ, 3 കഷ്ണം ഇഞ്ചി, 10-15 അല്ലി വെളുത്തുള്ളി, 2 ടൊമാറ്റോ, കുറച്ച് രമ്പയില, മല്ലിയില, പുതിനയില, തിരളിയില, 2 ഗ്രാമ്പൂ, 5 ഏലക്ക, ജാതിപത്രി, കുറച്ച് പെരിഞ്ജീരകം, 2 കറുവപ്പട്ട, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നെയ്യ്, ബിരിയാണി എസൻസ്, കിസ്മിസ്, സൺഫ്ലവർ ഓയിൽ. ആദ്യം അരി വേവിക്കാനുള്ള വെള്ളം സ്റ്റൗവിൽ വയ്ക്കുക. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ഗ്രാമ്പൂ, പട്ട, പെരിഞ്ജീരകം, തിരളിയില ഉണക്കിയത് അതെല്ലാം കൂടി ചേർത്ത് ഈ വെള്ളത്തിലിട്ട് തിള വരുമ്പോൾ അരിയിടാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 3/4 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് നന്നായി പുരട്ടിയെടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് ബിരിയാണി അരി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ചൂട് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നട്ട്സ് ഇട്ട് കുറച്ചൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും കിസ്മിസ് കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ചുവന്ന നിറമായി കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി നെയ്യിലേക്ക് സവാള കൂടി ഇട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് നമുക്ക് ഈ സവാള നന്നായി മൂപ്പിച്ച് വറുത്തെടുക്കണം. അരി ഇപ്പോൾ പകുതി വേവായി കാണും. നമുക്കതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി വറുത്തെടുത്തതിന് ശേഷമുള്ള എണ്ണയുടെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വേവ് അറിയാനായിട്ട് നമ്മൾ കഴിച്ചു നോക്കണം. അപ്പോൾ പച്ച അരിയുടെ ടേസ്റ്റ് എപ്പോൾ വരാതെ ഇരിക്കുന്നോ അപ്പോഴേ തന്നെ അതിനെ വാർത്തിടുക. ഇപ്പോൾ അരി വാർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും രമ്പയിലയും ഇതിലേക്ക് വിതറി ആവിയിൽ തന്നെ അടച്ചു വയ്ക്കുക. അപ്പോഴാണ് ഈ ഇലകളുടെ മണം ആ ചോറിലേക്ക് പിടിക്കാറ്. ഈ സമയം കൊണ്ട് സവാള വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കൂടിയിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി അതിലേക്കിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്കിട്ട് അടച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ കണക്കിന് വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് അതിലേക്ക് ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. 1 അടപ്പ് ബിരിയാണി എസൻസിൻ്റെ കൂടെ 5 അടപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി വറുത്തതും കിസ്മിസും നട്ട്സും കൂടി വിതറി നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വിതറി വയ്ക്കാം. ഇപ്പോൾ എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്. ഇനി അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.